കിച്ചണിലൊക്കെ ഒരു സിങ്കിന്റെ അടിയിലായിട്ട് ഒരു ട്രാപ്പ് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ കാണാൻ പറ്റും ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ട്രാപ്പ് കൊടുക്കുമ്പോൾ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ അതിനൊരു ഒറ്റയാണ്. അത് ഒഴിവാക്കാൻ പോലെ തന്നെ അതേ മാർബിളോ അല്ലെങ്കിൽ ആ ടൈൽസ് കട്ട് ചെയ്തിരുന്ന ട്രാപ്പുകളൊക്കെ ഉപയോഗിക്കണം. പക്ഷെ ആ ട്രാപ്പിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ഞാൻ സൂം ചെയ്ത് കാണിച്ചത് ഇതാണ് ഇത് വരുന്നത്. ഉണ്ടായി മാർബിൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തിടാം. ഇപ്പം ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടായ ഫങ്ഷൻസോ അല്ലെങ്കിൽ കൂടുതൽ അഴുക്കുകളൊക്കെ ഉണ്ടായി കഴുകിയിട്ട് നമുക്ക് ഒഴിവാക്കാം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഊരാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മാലിന്യം വന്ന് തടഞ്ഞു കഴിഞ്ഞാൽ ഊരാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോയും മാർക്കറ്റിൽ സെലക്ട് ചെയ്തെടുത്ത് ഇത് ഊരാൻ പറ്റുന്ന ടൈപ്പ് ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടെ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഇത് കാണിച്ചു തരാം, എങ്ങനെ അത് കറക്റ്റായിട്ട് ചെയ്യുന്നുള്ളത്. അതായത് ഇവിടെ എന്തെങ്കിലും ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് സിങ്കിൽ നേരെ ഇതിലോട്ടാണ് വേസ്റ്റ് ലൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. അത് ഞാൻ കറക്റ്റായിട്ടൊരു അതിന് ഫയലായിട്ട് അത് ഓട്ടോക്കാർഡിൽ കാണിച്ചു. ഇനി സിങ്കിൻ്റെ ലൈൻ എങ്ങനെ കൊടുക്കാന്നുള്ളത്. സാധാരണയായിട്ട് ഇങ്ങനെ ട്രാപ്പൊക്കെ വരുമ്പോൾ എന്താ ചെയ്യാറുള്ളത് വെച്ച് കഴിഞ്ഞാൽ സിങ്കിൻ്റെ ഇവിടുന്ന് നേരെ ട്രാപ്പിലോട്ട് ലൈൻ ഇടാറുള്ളത്. ഓക്കെ, അങ്ങനെ ട്രാപ്പിലോട്ട് ലൈൻ ഇടുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ വരുന്ന അപ്പോൾ സിങ്കിൽ നിന്നൊക്കെ എന്തായാലും സ്വാഭാവികമായിട്ടും കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഫുഡ് വേസ്റ്റ് ഒക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടും ഇതിൽ വന്നിട്ട് ഈ ട്രാപ്പിൽ വന്നിട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഈ ട്രാപ്പിൽ വന്നിട്ട് ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കാനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന ലൈനായിരിക്കും ബ്ലോക്ക് ആവുന്നത്. ഈ ലൈൻ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് യൂസ് ചെയ്യുക, അതായത് സിങ്കിൽ എന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും കിച്ചണിൽ അല്ലെങ്കിൽ വർക്ക് ഏരിയയിൽ വെള്ളം പൊങ്ങാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഡയറക്റ്റ് ഇങ്ങനെ ഇടരുതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് വേസ്റ്റ് ഒക്കെ ഇവിടെ വന്നിട്ട് അടയുന്നത് കൊണ്ട് തന്നെ കൂടെ ഇവിടെ വന്നിട്ട് അവരൊരു ഏരിയ ആയിട്ട് മാറ്റാനും സ്മെല്ല് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് അത് പുറത്തോട്ട് പോകുക. പുറത്തോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറിച്ച് സിങ്കിന്റെ അടിയിൽ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ VRVനെ കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിന്റെ അടിയിൽ സിങ്കിന്റെ അടിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ച്. ഇപ്പം ഈ കണ്ടമാര് ഡയറക്റ്റ് പുറത്തോട്ട് ഇടുക. അതേപോലെ തന്നെ സിങ്കിന്റെ മുന്നിൽ വെക്കുന്ന നമ്മളുടെ ട്രാപ്പ് അതും സെപ്പറേറ്റ് പുറത്തോട്ട് കൊണ്ടിട്ട് അവിടെ വേണമെങ്കിൽ സ്മെല്ല് വരാതെക്കാനും ഇതിന് വേണ്ടിയിട്ടുള്ള ഗല്ലി ട്രാപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞമാർക്ക് നിങ്ങൾക്ക് ഇതൊരു ട്രാജഡി ആയി മാറും. ഈ സാധനം വെക്കുന്നതിനുള്ള ഉപകാരത്തിന്റെ പുറമെ ഈ പറഞ്ഞമാർക്ക് അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യലും കാര്യം സ്മെല്ല് വരലും കൂറയുടെ ബാക്കിയുള്ള സാധനങ്ങളിലൊക്കെ എളുപ്പ് വരലൊക്കെ ഏറ്റവും ബുദ്ധിമുട്ട് വരും. അപ്പം ശ്രദ്ധിക്കുക. താങ്ക് യു.